Hello friends, welcome back to my YouTube channel Nikki's Tips and Talks. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു കൊളാബറേഷൻ വീഡിയോ ആണ് കേട്ടോ. കൊളാബറേറ്റ് ചെയ്യുന്നത് ആരുഷിയുടെ ഫാഷൻ ദിവ ചാനലായിട്ടാണ്. ഫാഷൻ ദിവ ചാനലും ഒരു ബ്യൂട്ടി ചാനൽ തന്നെയാണ് കേട്ടോ. ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കേളി ഹെയർ സീരീസ് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരുഷിയും ഇതേപോലെ തന്നെ ഒരു വെഡ്ഡിംഗ് ഗസ്റ്റ് മേക്കപ്പ് ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇട്ടിട്ടുണ്ട്. നിങ്ങളത് എടുത്തിട്ട് വീഡിയോ കാണാം, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ട് ആരുഷിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആരുഷിയുടെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഹലോ, വെൽക്കം ടു അവർ ഫാമിലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാൻ ഫേസ് ഓൾറെഡി മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. ഇനി ലിപ്സാണ് മോയ്സ്ചറൈസ് ചെയ്യണേ. ഞാൻ എൻ്റെ DIY ലിപ് ബാമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇനി പ്രൈമറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ബ്ലൂ ഹെവൻ്റെ പ്രൈമറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫേസിൽ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക കേട്ടോ. നമ്മളുടെ മേക്കപ്പ് ഒന്ന് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കാനൊക്കെ പ്രൈമർ നല്ലതാണ്. പിന്നെ ബ്ലൂ ഹെവൻ്റെ പ്രൈമർ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് മാക്കിൻ്റെ മിനറലൈസ് മോയ്സ്ചർ SPF 15 ഫൗണ്ടേഷനാണ്. ഇത് ഫേസിലും കഴുത്തിലൊക്കെ ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് ഈവനായിട്ട് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഒരു വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് എൻ്റെ ബ്യൂട്ടി ബ്ലെൻഡർ ഒന്ന് ഡിപ്പ് ചെയ്യാണ്. ഡിപ്പ് ചെയ്തിട്ട് അതിലത്തെ ഫുൾ വെള്ളം പിഴിഞ്ഞ് കളയണം. സംഭവം വെറ്റായിരിക്കണം, പക്ഷേ അതിൽ ഓവറായിട്ട് വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഡാബ് ചെയ്ത് ഫൗണ്ടേഷനൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ട്രിക്ക് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടിരിക്കാൻ നല്ലതാണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഞാൻ എടുത്തിരിക്കുന്ന വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഫോട്ടോ ഫോക്കസ് കൺസീലറാണ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ കണ്ണിൻ്റെ താഴെ, മൂക്കിൻ്റെ മേലെ, മൂക്കിൻ്റെ സൈഡിൽ, ലിപ്സിന് ചുറ്റുള്ള ഏരിയയിലൊക്കെ കൺസീൽ ചെയ്യാം. അവിടെയൊക്കെ ബ്ലാക്ക് കളറും പിഗ്മെൻറ്റേഷനൊക്കെ ഉള്ളവർക്ക് നമുക്ക് കൺസീലർ വെച്ചിട്ട് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം. പിന്നെ ഡാർക്ക് സ്പോട്ട്സ്, ഡാർക്ക് മാർക്സ് ഒക്കെ ഒന്ന് മറയ്ക്കാനും കൺസീലർ ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത ആ വെറ്റ് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ കൺസീലറും സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി ഫേസിൽ ആ മേക്കപ്പൊക്കെ സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഐബ്രോസ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മ്യൂസിക് ഫ്ലവറിൻ്റെ ജെൽ ഐലൈനറാണ്. ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രഷ് അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ നമ്മളുടെ കൺസീലർ എടുത്തിട്ട് ഇതുപോലെ ഐബ്രോസിന് ചുറ്റും അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ടൊരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ ഐബ്രോസ് തന്നെ നല്ല ഡിഫൈൻഡ് ആയിട്ട് എടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും. നമ്മളുടെ ഫേസിൽ ഐബ്രോസ് തന്നെ ഇങ്ങനെ എടുത്ത് നിൽക്കും. ഇനി ഞാൻ എൻ്റെ ഐഷാഡോ പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ക്രീസിൻ്റെ പകുതി വരെ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് എടുത്തിട്ട് ഐലിഡ്സിൻ്റെ മേലെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി ഒരു ഗോൾഡൻ ബ്രൗൺ ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് കൈകൊണ്ട് ഐലിഡ്സിൻ്റെ മേലെ ഇതുപോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇനി ഒരു ബ്ലാക്ക് ഷെയ്ഡ് എടുത്തിട്ട് കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ ഒരു വിങ് പോലെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കണ്ണിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യണം കേട്ടോ, ഒരേപോലെ സ്പ്രെഡ് ചെയ്യുക, അപ്പോഴാണ് ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നല്ല ബോറായിരിക്കും കാണാൻ. സോ ഇനി അടുത്തതായിട്ട് കണ്ണെഴുതാനായി ഞാൻ എടുത്തിരിക്കുന്നത് മ്യൂസിക് ഫ്ലേവറിൻ്റെ ജെൽ ഐലൈനറാണ്. ഇതിൽ ബ്ലാക്കും ബ്രൗണും ഉണ്ട്, അതിൽ ബ്ലാക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒപ്പം കിട്ടിയ ബ്രഷ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെച്ചിട്ട് കണ്ണിൻ്റെ മേലെ അപ്ലൈ ചെയ്യുക. കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ എത്തുമ്പോൾ ഒരു വിങ് പോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ വാട്ടർ ലൈനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന കാജലാണ്. അതിനുശേഷം നമ്മളുടെ ജെൽ ഐലൈനർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ താഴെ വരച്ചു കൊടുക്കുക. ഇനി മസ്കാരയും കൂടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഐ മേക്കപ്പ് ഇവിടെ കഴിയാണ്. ഞാൻ എടുത്തിരിക്കുന്നത് മാക്സ് ഫാക്ടറിൻ്റെ മസ്കാരയാണ് കേട്ടോ. ഇനി നമ്മളുടെ ഫേസിലെ മേക്കപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് മാക്കിൻ്റെ പൗഡർ പ്ലസ് ഫൗണ്ടേഷനാണ്. ഇനി ഞാൻ എൻ്റെ ADS അൾട്ടിമേറ്റ് കോണ്ടോർ ഹൈലൈറ്റ് പാലറ്റിൽ നിന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ട് കോണ്ടോർ ചെയ്യാണ്. കോണ്ടോർ ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലേ. വലിയ നെറ്റിയൊക്കെ ഉള്ളവർക്കൊന്ന് ചെറിയതായിട്ട് തോന്നും, പിന്നെ പരന്ന മൂക്കുള്ളവർക്ക് മൂക്ക് ഇത്തിരി ഉയർന്ന പോലെ തോന്നിക്കാനും, പിന്നെ നല്ല തുടുത്ത കവളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒതുക്കം തോന്നാനും, പിന്നെ ഡബിൾ ചിൻ ഉണ്ടെങ്കിൽ താടിയുടെ ഭാഗമൊക്കെ ഒന്ന് കോണ്ടോർ ചെയ്ത് അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനും പറ്റും കേട്ടോ. ഇതൊക്കെ ഒരു ഇല്യൂഷനാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇനി ഞാൻ ലോറിയലിൻ്റെ 3-in-1 ബ്ലഷ് ആൻഡ് ഹൈലൈറ്റർ പാലറ്റിൽ നിന്ന് ഹൈലൈറ്റർ എടുത്തിട്ട് ഫേസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബ്രോ ബോൺസ്, ചീക്ക് ബോൺസ്, പിന്നെ നോസിൻ്റെ ബ്രിഡ്ജിൻ്റെ അവിടെ, പിന്നെ ക്യൂപ്പിഡ്സ് ബോ, ചിന്നിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ചീക്സിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് ഫൗണ്ടേഷൻ പൗഡർ അല്ലെങ്കിൽ കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലിപ്സ് ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ADSൻ്റെ ഒരു ലൈറ്റ് ബ്രൗൺ ലിപ് ലൈനർ പെൻസിലാണ്. ഞാനിന്ന് അപ്ലൈ ചെയ്യുന്ന ലിപ്സ്റ്റിക് L18ൻ്റെ റോസി ബ്ലഷ് ഷെയ്ഡ് നമ്പർ 27 ആണ്. ഇത് കുറച്ച് ഗ്ലോസി ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലോട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതോടുകൂടി ഇന്നത്തെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇവിടെ കഴിയാണ്. ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മേക്കപ്പ് ട്യൂട്ടോറിയൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്ന പോലെ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ, ടേക്ക് കെയർ.